future prophecy, and all the waves, the sea, and on the road are you and me. And all the ways are like a kiss, and all the years are nemesis, and all the moments fall in mist, and all is dust. Remember this. And all the light will be, and all the waves the sea, and all the waves the sea, and all the light will be, and all the dust will drift away, and all the nights and all the days, and all the heavens go their way, and only change is here to stay. And all the light will be, and all the waves the sea, and all the waves the sea, and all the light will be, and all the storms without a name, and all the skies that look the same, and all the clouds that fade, and then all of this begins again. ആദ്യമായി എല്ലാവർക്കും ഞങ്ങളുടെ ഈ ആശ്രമ ദേവാലയത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പോളും ആലീസും ദൈവത്തെ സാക്ഷിയാക്കി അവരുടെ ജീവിതത്തിലെ പുതിയ ഒരു അധ്യായം തുറക്കുവാനായിട്ട് പോവുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ ദമ്പതികളെ സംബന്ധിച്ച് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം താങ്ങുമായി ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Pesar,
പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ. ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയുടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കേണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അത് നിറയേറ്റുള്ളതും നഗത പ്രകാശിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായിക ഗ്രഹങ്ങൾക്കുമായി സദസ്യമായി നമ്മുടെ നിൽക്കുന്ന സഭയെ ഞങ്ങളെ നിരന്തര സ്തുതിക്ക് ബോധപ്പെടുകയും ചെയ്യട്ടെ. ഇതൊരു സ്ഥലത്തിന്റെയും നാഥന സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നരുടെ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ എന്നേക്കും സഹോദരനെ വിശുദ്ധ പൗലോസ് എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ മേന്മയുള്ളതാക്കി
ഇതവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് വലിയൊരു രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ആവട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്നും കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നവദമ്പതിമാരായ പോൾ, ആലീസ്, പ്രിയപ്പെട്ട മാതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണിത്. പ്രത്യേകിച്ച് പോളിനെയും ആലീസിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ഇന്ന് ആരംഭിക്കുകയാണ്. വിവാഹമെന്ന ഉദാശയിലൂടെ അവർ സഭയിൽ ഒരു പുതിയ കുടുംബത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവർക്ക് 2 പേർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സന്നിഹിതരായിരിക്കുന്ന വൈദികരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം പേരിൽ നേരുകയാണ്. നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതം സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞതായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് കർത്താവിൻ്റെ തിരുവുത്ഥാന തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇത് നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ ശക്തമായിട്ടുള്ള സജീവമായിട്ടുള്ള സാന്നിധ്യം ഈ കുദാശയെ കൂടുതൽ ബലപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തെയും അത് കൂടുതൽ അനുഗ്രഹപ്രദമാക്കിയാണ്. അതുപോലെ ഈ ആശ്രമ ദേവാലയം, പുരാതനമായ ഈ ആശ്രമ ദേവാലയം അമദ്രശ്യാപുരയുടെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ആശ്രമ ദേവാലയത്തിൽ വെച്ച് ഈ കർമ്മം നടക്കുമ്പോൾ ആ പുണ്യവതിയുടെയും എല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ദേവാലയവും പച്ചപ്പറക്കൽ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒത്തിരി കുടുംബപ്പെട്ടവര് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും വിവാഹക്കെല്ലാം വരുന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. അവര് വന്നവരുടെ കുടുംബം. അപ്പോൾ ഈ ഉദാശ എന്ന് പറയുമ്പോൾ പോളും ആലീസും 2 പേരായിരുന്നവര് ഇനി മുതൽ ഒന്നായിട്ട് ഒരു ഹൃദയത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് അവർ ശ്രമിക്കുക.
ഒരുമയിലേക്കുള്ള ഒരു വിളി അത് ലഭിച്ചിരിക്കുകയാണ്. അത് വായനകളെല്ലാം അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ യേശു പറയുന്നുണ്ട് മർക്കോസ് വിശേഷത്തിന് ഈമറ്റന്മാർ പരിസയ്യന്മാർ പറയുകയാണ് വിവാഹ മോചനത്തെ പറ്റി പറയുമ്പോൾ യേശു പറയുന്ന ഒരു വാക്യം ഇതാണ്: ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താൻ പാടില്ല. ദൈവം യോജിപ്പിച്ചത്. അപ്പോൾ പോള് ഇത്രയും നാള് ഒറ്റയ്ക്ക് ജീവിച്ചു. പോളിന് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ ദൈവം അനാദി മുതലേ മനസ്സിൽ കണ്ട് തിരഞ്ഞെടുത്ത് തന്നിരിക്കുക ആലീസിന്. അപ്പോൾ അങ്ങനെയാണ് കാണേണ്ടത്. ആലീസിനെ സംബന്ധിച്ചും ദൈവം തന്ന ജീവിത പങ്കാളിയാണ് ഇപ്പോൾ. അപ്പോൾ ദൈവം തന്ന സമ്മാനമായിട്ട് ഇതൊരു കാണുക. അപ്പോൾ സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ സമ്മാനം എൻ്റെ ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, വിശ്വാസ ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവം തന്ന ജീവിത പങ്കാളി, ദൈവം തന്ന സമ്മാനം, ആ ഒരു കാഴ്ചപ്പാട് എന്ന് പുലർത്തുമ്പോൾ ദൈവത്തിന് തന്ന സമ്മാനത്തെ വിലമതിക്കുവാനും സ്നേഹിക്കുവാനും എല്ലാ സാഹചര്യത്തിലും ഒരുമിച്ച് നിൽക്കുവാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറഞ്ഞത്, യേശുവിനെയും സഭയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കുക. യേശുക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ എങ്ങനെ സ്നേഹിച്ച് പരിപാലിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അങ്ങനെ അവർ ഒന്നായി തീരണം, ഒന്നായിട്ട് ജീവിക്കണം എന്ന് പറയുകയാണ്. പൗരസ്ത്യ സഭകളില് വിഭാഗം വന്ന ഉദാശിക്കുള്ള പേര് തക്സാദെ സുനാഹ. തക്സാദെ സുനാഹ. തക്സ എന്ന് വെച്ചാൽ ക്രമം, ഓടം. സുനഹ എന്ന് വെച്ചാൽ മുഖം, കാളയുടെ മുഖം. അതായത് ഒരിക്കൽ ബന്ധിച്ചാല് അവർ ഒരുമിച്ചിരിക്കും. ഇപ്പൊ ഒരു മുഖത്തിൽ രണ്ട് കാളുകളുണ്ട്. സഭയ്ക്ക് ഇതിനെ സന്തോഷമാണ്. ഒരു മാതൃക ഭർത്താവ്, മാതൃക ഭാര്യ, ഒരു മാതൃക കുടുംബം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കുടുംബജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഒരു ജസ്റ്റിസ്, അതേ ഒത്തിരി വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബശ്രീകളെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് ഈ അടുത്ത കാലത്ത് എഴുതിയ ഒരു ലേഖനം എന്നെ ആകർഷിക്കുകയുണ്ടായി. അനേകായിരങ്ങളുടെ പ്രയാസങ്ങൾ കേട്ടതിന് ശേഷം എങ്ങനെ കുടുംബജീവിതത്തെ മെച്ചപ്പെടുത്താമെന്ന് അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 6 സാകൾ ഓർമ്മിക്കുക. 6 സാ. എല്ലാം ഓർത്തിരിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ടതാണ്. സംസാരമല്ല വേണ്ടത്, സംസർഗമാണ് വേണ്ടത്. പക്ഷെ സംസാരിക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു അടുപ്പമില്ല. അപ്പോൾ സംസാരത്തിനേക്കാൾ ഉപരി സംസർഗം, ഹൃദയത്തിന്റെ ഒരു ഷെയറിംഗ് വേണ്ടത്. വെറുതെ ബാഹ്യമായിട്ട് ഭംഗിവാക്ക് പറഞ്ഞാൽ പോരാ, ഹൃദയത്തിൽ നിന്ന് വരണം. അതുപോലെ വേണ്ടതാണ് സാന്നിധ്യമല്ല, സംസർഗം, സാമീപ്യം വേണം. വെറുതെ സാന്നിധ്യമല്ല, സാമീപ്യം. അടുത്തിരുന്നാൽ പോരാ, നമ്മുടെ ഹൃദയത്തിന്റെ അടുപ്പം കൂടെ ഉണ്ടാകാൻ പറയുകയാണ്. അതുപോലെ സ്നേഹം പോരാ, സ്നേഹം മാത്രം പോരാ, സഹനവും കൂടെ വേണം. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് സഹനം അടങ്ങിയിട്ടുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാനുള്ള ഒരു മനസ്സ്. അപ്പോൾ ഇത് സ്നേഹത്തിന്റെ ഒരു ജീവിതമാണ്, സ്നേഹത്തിന്റെ ഒരു ശൈലിയാണ്. അപ്പോൾ നിരന്തരമായി സ്നേഹിക്കുവാനുള്ള ഒരു വിളി നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ തൻ്റെതായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ഇന്നുവരെ ഉണ്ടായിരുന്ന ശൈലിക്ക് വെടിഞ്ഞുകൊണ്ട് വർജിച്ചുകൊണ്ട് ദൈവം തന്ന ആലീസിനെ സ്നേഹിക്കുവാനും സഹകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക. ആലീസിയതുപോലെ സ്നേഹിക്കുവാനോട് തയ്യാറാകുമ്പോൾ അവിടെ ഐക്യം ബലപ്പെടുകയാണ്. തീർച്ചയായിട്ടും മാനുഷികമായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാകും, രണ്ടുപേർക്കുമുണ്ട്, അതെല്ലാവർക്കുമുണ്ട്. അതൊക്കെ മറക്കാനും അതിനെ പൊറുക്കുവാനും അതിനെല്ലാം അതിജീവിക്കുന്ന സ്നേഹം അഭ്യസിക്കുവാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഈ കുദാശ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ കൃപ കിട്ടുന്ന ഒരു നിമിഷമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ കൃപയും കുദാശയോട് കിട്ടുകയാണ്. അപ്പൊ ആ കുദാശയോട് സഹകരിച്ചാൽ മതി. ഓരോ ദിവസവും അതിനുവേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ആലീസ് എത്ര തിരക്കാണെങ്കിലും ഉണ്ടല്ലോ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. നിങ്ങൾ ലോകത്തിന് പല കോണുകളിലേക്ക് ആയിരിക്കാം, എവിടെയായിരുന്നാലും ശരി, ദൈവത്തെ നിങ്ങളെ ഒന്നിപ്പിച്ച കർത്താവിനെ മറക്കാതിരിക്കുക. രാവിലെ എണീക്കുമ്പോൾ ഒരുമിച്ച് പറഞ്ഞ നല്ല കാര്യമാണ്. പറഞ്ഞേക്കരുത് സമയം ഒട്ടുമില്ല, അപ്പോൾ തിരക്കാണെന്ന്. പക്ഷെ ദൈവത്തെ മറന്നേക്കരുത്.
വൈകുന്നേരവും അതിൻ്റെ സമയം ഒരുമിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ പോകുവാനും ആരാധന പങ്കെടുക്കുവാനും സമയം കണ്ടെത്തുക. അപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കൃപ ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കും. ചരിത്രത്തിൽ കാണുകയുണ്ടായി. കാനായിലെ കല്യാണത്തിന് വേളയിൽ ആ കുടുംബത്തെ വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവരെ ശക്തിപ്പെടുത്തിയുണ്ടായി. അമ്മയുടെ പ്രാർത്ഥന ആ കുടുംബത്തെ രക്ഷിക്കുകയാണ്. അപ്പൊ അതുപോലെ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്നിഹിതയായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാം ബാധ്യത വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന കൊടുക്കാതിരിക്കുക നമ്മുടെ പാരമ്പര്യമാണ്. ക്രിസ്തീയ കുടുംബത്തിന്റെ നമ്മുടെ സുരാരി കുടുംബത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാം ജപമാല ചെല്ലുക, ചെല്ലുക പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾക്കും സമയം ഉണ്ടാകണം. ഒരുമിച്ചിരുന്ന് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും എല്ലാ കുറവുകളും മാറ്റി തരികയും ചെയ്യും. പ്രാർത്ഥിക്കുന്ന കുടുംബം, സ്നേഹിക്കുന്ന കുടുംബം, അതുപോലെ പങ്കുവയ്ക്കുന്ന കുടുംബം, നിങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നിങ്ങളുടെ സാന്നിധ്യം സന്തോഷമായി മാറട്ടെ, ആനന്ദമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതത്തിന് ദൈവത്തിന്റെ എല്ലാ കൃപകളും ദൈവത്തോടൊപ്പം ദൈവം എന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭക്തിപൂർവ്വം തുടർ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന ജീവിതസംഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അടുത്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. പരിവർത്തകന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കൂദാശ യോഗ്യതയുടെ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാബലം സമൃദ്ധമായി എന്നെ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാനും ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗവിരുദ്ധയിൽ പങ്കുകാരാകുവാൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്പത്തോടും കൂടി ആരീസിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ആരീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്പത്തോടും കൂടെ ഓടിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. വിവാഹ ഉടമ്പടിക്ക് നിങ്ങൾ സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലായിക്കത്തോടും കൂടി ജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായി ശംസിക നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിനും പണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷപൂർവ്വം സഹിക്കുവാനും നിശ്ചയമനുസരിച്ച് ജീവിക്കുവാനും ഇവിടെ വിശ്വസത്തിലൂടെ ആളമായിരിക്കുകയും ചെയ്യും. ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തമായി മോദനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
കൃപാപുരത്തിന്റെ രസവസത്താൽ പരിശാത്മാവിനെ അനുഗ്രഹിക്കുന്ന കരുണ്യവാനായ കർത്താവേ, ഈ ബന്ധുക്കൂടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിർമ്മാണപാഠ്യമായ വിശുദ്ധ സഭയെ മൊത്തത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിന്റെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മൊത്തത്തിൽ വസ്ത്രമണിയുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. തിരുസഭ വിജയത്തിൻ കുറിയണിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ള വിശേഷ സൃഷ്ടിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. തൃപ്പാദത്തെ പിരിഞ്ഞു പന്തലിച്ചൊരാൽമരം ഇടകലർന്നു കാറ്റിലാടുമാൽമരം സ്നേഹമാകും ജലകണങ്ങളടുവില തടിച്ചു നമ്മൾ പോറ്റി വളർത്തേണ്ട നല്ല കുടുംബമല്ലോ നല്ല കുടുംബം. പിരിഞ്ഞു പന്തലിച്ചൊരാൽമരം ഇടകലർന്നു കാറ്റിലാടുമാൽമരം സ്നേഹമാകും ജലകണങ്ങളടുവില തടിച്ചു
പോറ്റി വളർത്തേണ്ട നല്ല പൂമരം. ആ പൂമരം സമൂഹം വാർത്തെടുപ്പിടാതെന്നും കർമ്മഭൂമി നമ്മുടെ കുടുംബം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇതിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കും. അവർണ്ണനീയമായ ദാനത്തെ കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നമ്മുടെ മാരണമേ, അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തുണലിവരെ കാത്തുകൊള്ളണമേ. അപ്രാഗത്തെ സാരായ ദൈവമേ, അഭേദ്യമായി അയക്കുന്നവരെ ഒന്നിപ്പിക്കുന്ന പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശ്വരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിയുടെ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ സ്വസ്തി. ഇതിന് ഞാൻ സ്വീകരിച്ച കൃപാന കടങ്ങളുടെ പ്രതിക്കും പാവണം അമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നാണ് ഞങ്ങൾ.
മിശിഹായുടെ നാമത്തിൽ വിവാഹിതരായിരിക്കുന്ന ഈ നവദമ്പതികളെ ആശീർവദിക്കണമേ. അങ്ങയുടെ വരദാനങ്ങളാൽ ഇവരെ സമ്പന്നരാക്കണമേ. ഇവരുടെ ജീവിതപാതയിൽ അങ്ങ് മാർഗദീപവും വഴികാട്ടിയുമായിരിക്കണമേ. ദാമ്പത്യ കടമകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുന്നതിനുള്ള സന്നദ്ധയും സഹനശക്തിയും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സന്താന സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും നൽകി ഇവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണവും ധന്യവുമാക്കണമേ. എല്ലാവിധത്തിലും ഇവരുടെ ജീവിതം മാധുര്യപൂർണ്ണമായിരിക്കുമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം സൂചിപ്പിക്കുവാനായി ഞങ്ങൾ ഇവർക്ക് നൽകുവാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ ആശീർവദിക്കണമേ. ഇവരോടൊപ്പം ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ ഭക്ഷ്യസാധനങ്ങളെയും ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ സൽക്കാരത്തിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം അനുഗ്രഹിക്കണമേ. ആമേൻ. ഇത്രയും ദയുള്ള മാതാവേ, അങ്ങയുടെ Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. Happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. നിത്യസഹായ നാരേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി
pleasure to present to you for the very first time Mr. and Mrs. Paul. On behalf of the Vachaparambil and Vallamatam families, I extend a warm and heartfelt welcome to each and every one of you gathered here this evening. Tonight is not just a celebration of love, but of two families becoming one, and we are so grateful to have you all here to witness it. The Bible says, "So they are no longer two, but one. Therefore, what God has joined together, let man not separate." I'm sure many of you already know Paul and Alice quite well. But for those who don't, let me introduce our stars of the evening. Paul George is an integrated supply chain project manager at Honeywell. He was working in the USA for the past 4 years and recently moved to Germany. He holds a master's degree in industrial engineering from Texas A&M University and his second master's in data science from the University of Cumberland. A mechanical engineer from BMS College of Engineering, Bangalore, Paul previously worked as a senior engineer at L&T in Bangalore. He completed his schooling at Bhavans Adarsha, Kakinad. Paul's father, George Anthony, is currently in futures and options business after retiring as the managing director of Unimoney Financial Services India. Paul's mother, Teresa George, fondly called as Shirley, is a homemaker. I now invite Appa and Amma onto the stage. Paul is a grandson of late Anthony Vachaparambil and Daisy Anthony from the Nyarakil Parakil family, and late Paul Titupurakaran and Glory Paul from the Manayatra family. Paul's elder brother, Anto George, is working as a product engineer at Technip FMC in Hyderabad. He is married to Bhavita Chiramel, a chartered accountant who hails from the Alapat Chiramel family. They have been blessed with a 7-month-old baby boy, Georgie. I now invite Anto, Bhavita and Georgie onto the stage. Paul's younger sister, myself, Minu George, is working at KPMG, Bangalore. Now, let's talk about our beautiful bride, Alice Saju.
Alice Saju is currently working as an assistant manager at Swiggy in Bangalore. She holds a master's degree in economics from the University of Warwick, UK, and second master's in data science and business analytics pursued through a joint program by Great Lakes and the University of Texas, Austin. An economics graduate from St. Xavier's College, Mumbai, Alice previously worked as a senior associate in campaign analytics at Media.net, Mumbai. She completed her schooling at Pallikudam and Marian School, Kottayam. Alice's father, Saju Vallamatam, is a businessman and planter who owns Sugar and Spice in Kottayam and Atleto, a sports complex. Her mother, Jubi Saju, is a dedicated homemaker. I now invite Saju uncle and Jubi auntie onto the stage. Alice has a younger sister. Can we have a big round of applause for this beautiful family? So now let's sweeten the celebration. I request Paul and Alice to make their way to the cake to share their first sweetness together as a married couple. As we gather here, surrounded by love and good wishes, it's time for a toast. So, Paul and Alice, please raise your glasses and share your first toast as a married couple. Cheers to a lifetime of love and happiness. On behalf of both the families, we thank each and every one of you from the bottom of our hearts for joining with us today for the wedding reception of Paul and Alice. Show me I don't need no money, don't need nobody, just need your body. Show me that so sweet like honey, don't need no talking, just need your body. Your loving on me makes me feel special. No heaven on earth if I can't be with you. Swim in your eyes so I can tell the truth. I got so high, oh I can't leave. I got your body all over my mind. I got so high, I'm off my feet. We up in the clouds with the sun in our eyes. Show me that don't need no money, don't need nobody, just need your body. Show me that so sweet like honey,
I just can't believe you happened.
She said, you don't want this heart, boy, it's already broke. Told me everything she touched just goes up in smoke. Only stay a couple nights, then she gon' be gone. I said, baby, you should know that's what I want. That's what I want, that's what I want. That's what I want, that's what I want. That's what I want, what I want. And you ain't gotta worry about no trust issues with me. I got them too, I got them too. Now you ain't gotta worry about no exes, that's crazy. I got them too, you know I do. If you're in a hurry, now you ain't gonna hurt me tonight. And it won't be the worst thing if this is all it is. And in the middle of a kiss, she said, you don't want this heart, boy, it's already broke. Told me everything she touched just goes up in smoke. Only stay a couple nights, then she gon' be gone. I said, baby, you should know that's what I want. That's what I want, that's what I want. That's what I want, that's what I want. That's what I want, that's what I want. There are no hard feelings if you only wanna act like lovers do for a night or two. And sometimes in the morning go back to being someone you never knew. You never knew. Baby, don't you worry, you ain't gonna hurt me tonight. It won't be the worst thing if this is all it is. Then she kissed me again and said, you don't want this heart, boy, it's already broke. Told me everything she touched just goes up in smoke. Only stay a couple nights, then she gon' be gone. I said, baby, you should know that's what I want. She said, you don't want this heart, ma, it can't be fixed. And I ain't ready to try on a night like this. But if you still wanna stay, there ain't nothing wrong. I said, baby, you should know that's what I want. That's what I want, that's what I want. That's what I want, that's what I want. That's what I want, that's what I want. Yeah, yeah. That's what I want, that's what I want. That's what I want, that's what I want. Today you woke up and you told me that you wanted to cry. The sky was falling like a comet on the 4th of July. Baby, you've been thinking about the future like it's already yours. Show me how you'd hold me if tomorrow wasn't coming for sure. Let's pretend it's not the end of the world. Let's pretend it's not the end of the world. Let's spend the dollars you've been saving on a Mercedes Benz and throw a party like McCartney with some help on my friends. Yeah, let's go down to Malibu and watch the sun fade out once more. Show me how you'd hold me if tomorrow was coming for sure. Let's pretend it's not the end of the world.